ഇനി നമുക്ക് കോഓപ്പറേറ്റീവിലും കമ്പനിയിലും നടക്കുന്ന ഓഡിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാട്ടോ. ഒന്നാമത്തത് അതിൻ്റെ ഫോളോ ചെയ്യുന്ന ലോ തന്നെയാണ്. കോഓപ്പറേറ്റീവിൽ ബേസ്ഡ് ഓൺ ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ് ഫോളോ ചെയ്യുന്നത്. കമ്പനികളിലോ കമ്പനീസ് ആക്ട് 2013 ആണ് ഫോളോ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അവിടെ ഓഡിറ്റ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ദ ഓഡിറ്റർ ഈസ് യൂഷ്വലി അപ്പോയിൻറ്റഡ് ബൈ ദി DCA കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോഓപ്പറേറ്റീവിൽ അവിടെ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, സ്ഥാപനത്തിലേക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഒരു ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് DCAയും കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായിരുന്നു എന്ന് തന്നെ പറയുന്നത്. അതിന് കാരണം ശേഷം പറയാം. എന്നാൽ കമ്പനികളിലാണെങ്കിൽ ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയും ഷെയർ ഹോൾഡേഴ്സുമാണ് കമ്പനികളിൽ ഒരു ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം, ബട്ട് ദി പ്രസൻറ്റ് ലോ, ദ ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി ക്യാൻ ആൾസോ സജസ്റ്റ് ആൻ ഓഡിറ്റർ ഫോർ അപ്പോയിൻമെൻറ്റ്. ഇന്നിപ്പോൾ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്കാണ് ആ സ്ഥാപനത്തിലോട്ട് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള സജഷൻ കൊടുത്തിട്ടുള്ളത്. അഥവാ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്ക് ആ സൊസൈറ്റിയിലേക്ക് വേണ്ട ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള സജഷൻ കൊടുക്കാൻ DCAക്ക് കൊടുക്കാനുള്ള പെർമിഷനുണ്ട്. അതിനനുസരിച്ചാണ് ഇന്നിപ്പോൾ DCA അവർക്ക് വേണ്ട ഓഡിറ്ററെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ സിലബസിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. DCAയും അതുപോലെ അവിടുത്തെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അവിടുത്തെ ജനറൽ ബോഡിക്ക് തങ്ങൾക്ക് വേണ്ട ഓഡിറ്ററെ സജഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഏർലിയർ നമ്മൾ കോഓപ്പറേറ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ വാസ് ഫിക്സ്ഡ് ഫോർ എ കോഓപ്പറേറ്റീവ് ഓഡിറ്റർ. മുമ്പ് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ചെയ്യാനുള്ള ഓഡിറ്റർക്ക് ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സെക്ഷൻ 64 ചേർത്തുകൊണ്ട് 64A ചേർത്തുകൊണ്ട് അതിൽ പറയുന്നുണ്ട് പ്രിസ്ക്രൈബ്ഡ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിൽ പറയുന്നുണ്ട്. നമ്മളത് ശേഷം പറയും. 64A പറയുന്ന സമയത്ത് അവിടെ ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ കമ്പനി ഓഡിറ്റ് എടുത്തു നോക്കുമ്പോൾ ഇതൊന്നും ഇപ്പോൾ വ്യത്യാസമില്ലാതായി മാറിയിട്ടുണ്ട് കേട്ടോ. കമ്പനികളുടെ ഓഡിറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ CAക്കാരോ അല്ലെങ്കിൽ CA ഫേമിനോ ആണ് ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഓൺലി എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം ക്യാൻ കണ്ടക്ട് ഓഡിറ്റ്. മനസ്സിലായല്ലോ. ഒരു കമ്പനികളിലാണെങ്കിൽ CAക്കാരോ അല്ലെങ്കിൽ CA ഫേമിനോ ആണ് ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇനി കൺട്രോൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഓഡിറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൽ ദ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റ് ബൈ ദി ഗവൺമെൻറ്. ഒരു ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ ദ ഓഡിറ്റ് ഈസ് അണ്ടർ ദി ഗവൺമെൻറ് കൺട്രോൾ. മനസ്സിലായല്ലോ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിട്ടാണ് ഇവിടെ ഓഡിറ്റ് നടക്കുന്നത്. കാരണം ഗവൺമെൻറ്റാണ് ഓഡിറ്ററെ വെക്കുന്നത്. കമ്പനികളിലോ അവിടെ ആരാണ് ഓഡിറ്ററെ വെക്കുന്നത്? കമ്പനിയാണ്. അപ്പോൾ ആർക്കാണ് അവിടെ കൺട്രോൾ വരുന്നത്? ആരണ്ടറിലാണ് വരുന്നത്? കമ്പനിൻ്റെ അണ്ടറിലാണ്. ദ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി. സോ ദ ഓഡിറ്റ് ഈസ് നോട്ട് അണ്ടർ ഡയറക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ. ഇവിടെ ഗവൺമെൻറ് കൺട്രോൾ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല കേട്ടോ. കാരണം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് കമ്പനിയാണ്. ഇനി ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ the society pays the audit fee, audit cost to the government. It is not paid directly to the auditor. കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ഫീ ആണെങ്കിലും ഓഡിറ്റ് കോസ്റ്റ് ആണെങ്കിലും ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി കൊടുക്കുന്നു. ഒരിക്കലും അവിടെ വരുന്ന ഓഡിറ്റർക്ക് കൊടുക്കുന്നില്ല. അവരടക്കുന്നത് ട്രഷറിയിലാണ്. കാരണം ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററെ തങ്ങളുടെ സൊസൈറ്റിയിലേക്ക് നിയമിച്ചത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന
DC ആണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. എന്നാൽ നിങ്ങൾ കമ്പനി ഓഡിറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ദ കമ്പനി പേയ്സ് ഓഡിറ്റ് ഫീ, ഇനി ഓഡിറ്റ് കോസ്റ്റ് ആണെങ്കിലും ഡയറക്ട്ലി ടു ദി ഓഡിറ്റർ, ഓഡിറ്റർക്കാണ് നേരിട്ട് കൊടുക്കുന്നത്. ഇതാണ് ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി ഓഡിറ്റിങ്ങിൻ്റെ നാച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫൈനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഫൈനാൻഷ്യലായതും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവുമായ കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ കമ്പനി ഓഡിറ്റ് ആണെങ്കിലോ ഇറ്റ്സ് മെയിൻലി ഇൻക്ലൂഡഡ് ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഓൺലി. ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആയിട്ടുള്ള ആ സൈഡ് മാത്രമേ ഇവിടെ കാര്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി നേച്ചർ ഓഫ് ചെക്കിങ് അഥവാ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതുപോലെ വൗച്ചേഴ്സ്, ക്യാഷ് ബാലൻസ്, അസറ്റുകൾ, അസറ്റ് വാല്യൂ, ബാഡ് ഡെപ്റ്റ് ഇവയെല്ലാം ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ ഓഡിറ്റിൽ. എന്നാൽ കമ്പനിയിലാണെങ്കിലോ മെയിൻലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ് ആർ ചെക്ക്ഡ്. ക്യാഷ് ബാലൻസ്, ക്യാഷ് വാല്യുവേഷൻ, ബാഡ് ഡെപ്റ്റ് ഇവയൊന്നും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ല. കമ്പനി ഓഡിറ്റിൽ ആകെ നോക്കുന്നത് കാര്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അവിടുത്തെ ക്യാഷ് ബാലൻസ് എത്ര, അവിടുത്തെ അസറ്റിൻ്റെത് എത്ര, ലോകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കമ്പനി ഓഡിറ്റിൽ ചെക്ക് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് അവിടെ മറ്റൊരു വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി ഒരു ഓഡിറ്റർക്കുള്ള പവർ കോപ്പറേറ്റീവിലും കമ്പനികളിലും എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത്. കോപ്പറേറ്റീവിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ദ ഓഡിറ്റർ ക്യാൻ ആസ്ക് റെക്കോർഡ്സ് ബുക്സ് കമ്മിറ്റി മെമ്പർ ഓർ സ്റ്റാഫ് ടു അപ്പിയർ ബിഫോർ ഹിം ആൻഡ് ഗീവ് എക്സ്പ്ലനേഷൻ. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റർക്ക് റെക്കോർഡുകൾ ആവശ്യപ്പെടാം, അവിടെയുള്ള ബുക്സുകൾ ആവശ്യപ്പെടാം. ഈ ഒരു കമ്മിറ്റി മെമ്പറെയോ അതല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെയോ അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത് അവരെ വിളിച്ച് അവരിൽ നിന്ന് എക്സ്പ്ലനേഷൻ സ്വീകരിക്കാം. ഇതിനൊക്കെ ആർക്ക് അവകാശമുണ്ട്? ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ ഓഡിറ്റർക്ക് അവകാശമുണ്ട്. എന്നാൽ കമ്പനികളിലെ ഓഡിറ്റർക്ക് അത്തരം ഒരു പവറും ശേഷിക്കുന്നില്ല. മനസ്സിലായല്ലോ? അവിടെയുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സിനെയോ കമ്മിറ്റി മെമ്പറെയോ ഒന്ന് വിളിക്കാനും അവരിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് വിളിക്കാനുള്ള ഒരു അധികാരം കമ്പനിയിലെ ഓഡിറ്റർക്ക് അധികാരമില്ല. ഇനി മീറ്റിംഗ് കാര്യം നോക്കുകയാണെങ്കിൽ അഥവാ സാധാരണ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കും. അതിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഓഡിറ്റ് ഫൈൻഡിങ്സും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവിൻ്റെ സൈഡിൽ എടുത്തു നോക്കുമ്പോൾ ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ദ ഓഡിറ്റർ ഈസ് നോട്ട് റിക്വയർഡ് ടു അറ്റൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്. അദ്ദേഹത്തിന് ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. മനസ്സിലായല്ലോ? എന്നാൽ കമ്പനികളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് അറ്റൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് ഫൈൻഡിങ്സ്. കമ്പനികളിൽ അവിടെ ഓഡിറ്റർ നിർബന്ധമായി കൊണ്ടും ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് ഫൈൻഡിങ്സ് അവതരിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ആർക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ അതോറിറ്റിക്കും അതുപോലെ സൊസൈറ്റിക്കുമാണ്. കോപ്പറേറ്റീവ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി കോപ്പറേറ്റീവ് അതോറിറ്റി ആൻഡ് സൊസൈറ്റി. ഇവിടെ കോപ്പറേറ്റീവ് അതോറിറ്റിക്കും സൊസൈറ്റിക്കുമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. എന്നാലോ കമ്പനികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മാനേജ്മെൻറ്റിനും ഷെയർ ഹോൾഡേഴ്സിനുമാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ കമ്പനി ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി സെക്ഷൻ 63 പറയുന്നത് DCയെ കുറിച്ചാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. സെക്ഷൻ 63 പറയുന്ന DCയെ കുറിച്ചാണെന്ന് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. അണ്ടർ ദി സെക്ഷൻ 63 സബ്സെക്ഷൻ 1 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 the government appoints the Director of Cooperative Audit or DCA for conducting audit of cooperative societies. 1969 KCS ആക്ട് പ്രകാരം അതിലെ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരം ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു ആരെ? DCA. ആ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെല്ലാം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി DCA അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം പറയുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 1
ഇനി അവിടെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, DCA എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് ഒരു വ്യക്തിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതല്ലാതെ ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ അല്ല. ആ കാര്യം നിങ്ങൾ ഓൺലി വൺ പേഴ്സൺ ഷാൾ ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് DCA എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രജിസ്ട്രാർ ആണോ DC ആണോ വലുത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചർച്ച ചെയ്തു. ഈ രജിസ്ട്രാറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരാളാണ് DCA എന്ന് പറയുന്നത്, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുകളിലല്ല. ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ തന്നെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. മനസ്സിലായല്ലോ. ഇനി അണ്ടർ ദ DCയുടെ കീഴിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അഡീഷണൽ ഓഡിറ്റർ ഉണ്ടാകും, അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാകും, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടാകും. ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കീഴിൽ അദ്ദേഹം ഒരു താലൂക്ക് ലെവലിലൊരു പോസ്റ്റിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലായിക്കൊണ്ട് മറ്റ് ജൂനിയർ ഓഡിറ്റർമാരുണ്ടാവും. മനസ്സിലായല്ലോ. ഈ ജൂനിയർ ഓഡിറ്റർമാരുടെ മുകളിലായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മുകളിലായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മുകളിലായിട്ട് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, അദ്ദേഹത്തിൻ്റെ മുകളിലായി DCA എന്ന രീതിയിലാണ് വരുന്നത്. കാരണം DCAക്ക് ഇത്രയും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിങ് തന്നെ ഉണ്ട്. ഇനി സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അഥവാ ഒരു DCAക്ക് ഇത്രയും സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ആക്റ്റിൽ പറയണം. കാരണം അതൊരാൾ ചോദ്യം ചെയ്താലോ ഞങ്ങൾക്ക് DCA മാത്രം നോക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് പണിയാവും. ആ ഒരു കാര്യമാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പറയുന്നത്. അതിൽ പറയുന്ന DCയുടെ ഫുള്ളായിട്ടുള്ള ഓഡിറ്റിംഗ് പവറോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റിംഗ് പവറിൻ്റെ പകുതിയോ ഗവൺമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറാം. അങ്ങനെ അവർക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കാം. മനസ്സിലായല്ലോ. ഇതേപോലെ രജിസ്ട്രാറുടെ നമ്മൾ കുറച്ച് മുമ്പത്തെ ക്ലാസ്സിൽ രജിസ്ട്രാറുടെ കാര്യം പറഞ്ഞ സമയത്ത് രജിസ്ട്രാറുടെ അധികാരം രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പറയുന്നത് രജിസ്ട്രാർക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം മറ്റു ഉദ്യോഗസ്ഥർക്ക് കൈമാറാം. അവിടെ മറ്റു ഉദ്യോഗസ്ഥർ എന്നേ പറഞ്ഞുള്ളൂ, കാരണം അത് ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാകാം. എന്നാൽ ഓഡിറ്റിങ്ങിൻ്റെ അധികാരങ്ങൾ ഒരിക്കലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുകൾക്കൊന്നും കൈമാറാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓഡിറ്റേഴ്സിന് മാത്രമേ കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെച്ച കാര്യം മറന്നു പോകരുത്. ചെറിയൊരു സാമ്യം കൂടി ഉണ്ടോയെന്നുകൂടി നോക്കുക. സെക്ഷൻ 3 രജിസ്ട്രാറെ കുറിച്ച്, സെക്ഷൻ 3(1) രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ സെക്ഷൻ 63 DCയെ കുറിച്ച്, സെക്ഷൻ 63(1) ഗവൺമെൻറ് DCയെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ഇനി സെക്ഷൻ 3 രജിസ്ട്രാറെ കുറിച്ച്, സെക്ഷൻ 3(2) രജിസ്ട്രാറിൻ്റെ പവറിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പവർ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. സെക്ഷൻ 63 നമുക്കറിയാം DCയെ, സെക്ഷൻ 63(3) DCയെ അദ്ദേഹത്തിൻ്റെ പവർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ചെറിയൊരു സാമ്യക്കേട് വരുന്നത് 63(3) സെക്ഷൻ 3(2) ആണ്. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ DCയെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ അവർ 3 വിഭാഗത്തിൻ്റെ ഹെഡാണ്. ഒന്ന് സ്റ്റേറ്റ് ലെവൽ, അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ, അതുപോലെ താലൂക്ക് ലെവൽ. ഈ 3 വിഭാഗങ്ങളിലായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എനിവേ DCയെക്കും അതുപോലെ രജിസ്ട്രാർക്കും അവരുടെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ DCയെക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓഡിറ്റ് ഓഫീസേഴ്സിന് മാത്രമേ അധികാരം കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. മറ്റുള്ള വകുപ്പ് ഹെഡുകൾക്കൊന്നും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാൻ പറ്റില്ല. ഓൺലി DCA ആൻഡ് ഓഡിറ്റ് ഓഫീസേഴ്സ് ക്യാൻ കണ്ടക്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ്. എല്ലായ്പ്പോഴും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് DCയോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓഡിറ്റ് ഓഫീസേഴ്സോ ആയിരിക്കണം. അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് കനോട്ട് കണ്ടക്ട് ഓഡിറ്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്കൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കില്ല. മുമ്പ് നമ്മൾ രജിസ്ട്രാറുടെ കാര്യം പഠിച്ച സമയത്ത് രജിസ്ട്രാറാണല്ലോ ഒരു സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് തിരക്കുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് ലോഡാകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ അധികാരം അതാത് വകുപ്പിൻ്റെ ഹെഡുകൾക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടാം. ഇപ്പോൾ നമുക്കറിയാം ഫിഷറീസ് സൊസൈറ്റികളുടെ ഹെഡ് എന്ന് പറയുന്നത് ഫിഷറീസ് ഡയറക്ടർ ആയിരിക്കും. അതുപോലെ ഖാദി സൊസൈറ്റികളുടെയൊക്കെ ഹെഡ് എന്ന് പറയുന്നത് ഖാദി ഡയറക്ടർ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ഇനി ഒരു ഫിഷറീസ് വരുന്ന സമയത്ത് ഫിഷറീസിൻ്റെ ഡയറക്ടർക്കാണ് ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പവർ രജിസ്ട്രാർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ പുതിയതായിട്ടൊരു ഖാദി സൊസൈറ്റി വരുന്ന സമയത്ത് ഖാദി ഡയറക്ടർക്കായിരിക്കും രജിസ്ട്രാർ ആ രജിസ്ട്രേഷൻ്റെ പവർ കൊടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഡിറ്റ് ഓഫീസേഴ്സ് ഒരിക്കലും അവരുടെ അധികാരം മറ്റുള്ള വകുപ്പ് ഡയറക്ടേഴ്സിനോ മറ്റുള്ള വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ കൈമാറ്റം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളവിടെ ഓർത്തിരിക്കേണ്ടത്. നമുക്കറിയാം
ഓരോ വർഷത്തിൻ്റെയും സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 തൊട്ടായിരിക്കും. അത് അവസാനിക്കുന്നത് അടുത്ത വർഷത്തെ മാർച്ച് 31 ഏത് ബാങ്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇനി നമ്മളെ ബജറ്റും എല്ലാം നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം അത് ആരംഭിക്കുന്നത്, ആ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 തൊട്ടും അത് അവസാനിക്കുന്നത് അടുത്ത വർഷത്തെ മാർച്ച് 31 എന്നാൽ ഇത് ഇവിടെ പറയാനുള്ളൊരു കാരണം, പ്രീവിയസ്ലി ദ കോപ്പറേറ്റീവ് ഇയർ വാസ് ഫ്രം ജൂലൈ 1 ടു ജൂൺ 30. മുമ്പുണ്ടായിരുന്നത് ജൂലൈ 1 തൊട്ട് അടുത്ത വർഷത്തെ ജൂൺ 30 വരെയായിരുന്നു. അതിപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ്. അഥവാ നമ്മുടെ എല്ലാം ഫോളോ ചെയ്യുന്ന ആ സാമ്പത്തിക വർഷം തന്നെയാണ് കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഫൈനാൻഷ്യൽ ഇയറും. മറ്റൊരു കാര്യം, ദ ഓഡിറ്റ് ഓഫ് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months ആഫ്റ്റർ എൻഡിങ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ. ഒരു ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ അവിടുത്തെ ഓഡിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. 6 മാസം എന്ന് പറയുമ്പോൾ ഡെഡ് ലൈനായിട്ട് വരുന്നത് സെപ്റ്റംബർ 30 അഥവാ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് മാർച്ച് 31. ആ മാർച്ച് 31 തൊട്ട് 6 മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 30 വരെയാണ് ഡെഡ് ലൈനായിട്ടുള്ളത്. അതിനുള്ളിൽ ഓഡിറ്റിൻ്റെ എല്ലാ വർക്കും അവസാനിപ്പിച്ചിരിക്കണം. അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാർച്ച് 31 ശേഷം ഒരു മാസത്തിനുള്ളിൽ സെക്രട്ടറി, അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന CEO, അവർക്ക് അവരുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സാവകാശം എന്ന് പറയുന്നത് 1 മാസമായിരിക്കും. ഇനി അതുപോലെ മാനേജിങ് കമ്മിറ്റിക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ നടത്താൻ അവർ കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1 മാസമായിരിക്കും. ഓഡിറ്റേഴ്സിന് 4 മാസമാണ്. അഥവാ 4-1-1 6 മാസത്തിനുള്ളിൽ അവിടുത്തെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം എന്നർത്ഥം. സെക്രട്ടറിക്ക് അല്ലെങ്കിൽ CEOക്ക് 1 മാസം കൊടുക്കും, മാനേജിങ് കമ്മിറ്റിക്ക് അത് വെരിഫൈ ചെയ്യാൻ 1 മാസം കൊടുക്കും, ഓഡിറ്റേഴ്സിന് 4 മാസത്തെ സമയമാണ് കൊടുക്കുന്നത്. There are mainly 2 types of auditors under the DCA conducting auditors of cooperative society. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ചെയ്യേണ്ടത് 2 വിഭാഗത്തിലുള്ള ഓഡിറ്റേഴ്സ് ആയിരിക്കണം. ഒന്നാമത്തേത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്. ഇവർ ഗവൺമെൻറ് സ്റ്റാഫുകളായിരിക്കും. ഗവൺമെൻറ് ഓഡിറ്റിംഗ് സ്റ്റാഫാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ DCA അപ്രൂവ്ഡ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേം. ഇവരെയും അപ്രൂവ് ചെയ്യണം DCA. അഥവാ ഇവർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ CA ഫേം ആയിരിക്കും. അവരെ അപ്രൂവ് ചെയ്യണം? DCA അപ്രൂവ് ചെയ്ത ആളുകളായിരിക്കണം. ഇവർക്ക് 2 പേർക്ക് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ചെയ്യാൻ അധികാരമുള്ളൂ. ഇനി അത് തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. ദ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഓഫ് ആൾ സൊസൈറ്റീസ് എക്സെപ്റ്റ് അപ്പെക്സ് സൊസൈറ്റീസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്, എക്സെപ്റ്റ് അപ്പെക്സ് സൊസൈറ്റീസ് ആർ നോർമലി കണ്ടക്റ്റഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്. അഥവാ അപ്പെക്സ് സൊസൈറ്റി അല്ലാത്ത എല്ലാ സൊസൈറ്റികളുടെയും ഫൈനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും സാധാരണ. എന്നാൽ അപ്പെക്സ് സൊസൈറ്റിയുടെയോ അണ്ടർ ദി സെക്ഷൻ 63 സബ്സെക്ഷൻ 10 ദ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ഈസ് കണ്ടക്റ്റഡ് ബൈ DCA അപ്രൂവ്ഡ് ഓഡിറ്റിംഗ് ഫേം. സെക്ഷൻ 63 സബ്സെക്ഷൻ 10 പ്രകാരം അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് DCA അപ്രൂവ്ഡ് ഓഡിറ്റിംഗ് ഫേം ആയിരിക്കും. എന്നാലോ അപ്പെക്സ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ സെക്ഷൻ 63 സബ്സെക്ഷൻ 10 പ്രകാരം ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് DCA അപ്രൂവ്ഡ് ഫേം ആയിരിക്കും. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും ആയിരിക്കും. അത് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചും നിങ്ങൾ വ്യക്തമായൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് അപ്പെക്സ് സൊസൈറ്റി മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദി ഗവൺമെൻറ്. ദ ഗവൺമെൻറ് ഷുഡ് ബി ടേബിൾ ദ റിപ്പോർട്ട് ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും, അത് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. ഗവൺമെൻറ്റിന് അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണിക്കേണ്ടതുണ്ട്. അഥവാ 2 തരത്തിലുള്ള ഓഡിറ്റേഴ്സാണുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും മറ്റൊന്ന് DCA അപ്രൂവ്ഡ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സും. ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാഫായിരിക്കും. DCA അപ്രൂവ്ഡ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് CAക്കാരോ CA ഫേമുകാരായിരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ് അപ്പെക്സ് സൊസൈറ്റി അല്ലാത്ത എല്ലാ സൊസൈറ്റികളുടെയും ഓഡിറ്റ് ചെയ്യുന്നത്, എല്ലാ തരത്തിലുമുള്ള.
എന്നാൽ സി എ ഫേമുകാരോ അല്ലെങ്കിൽ സി എക്കാരോ അവരെ DC അപ്രൂവ് ചെയ്തവരായിരിക്കണം. അവരാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 10 പ്രകാരം അപ്പെക്സ് സൊസൈറ്റികളുടെ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ അപ്പെക്സ് സൊസൈറ്റികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നതോ അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് തന്നെയായിരിക്കും. ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കണം. ഗവൺമെൻറ് അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണിച്ചിരിക്കുകയും വേണം. സെക്ഷൻ 64 ഇനി പറയുന്നത്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, ഒരു DCAയുടെ പവർ എന്താണ്, അതുപോലെ ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഈ കാര്യങ്ങളാണ് സെക്ഷൻ 64 പറയുന്നത്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ സെക്ഷൻ 64 പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോകും. എ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഹാസ് മോർ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ദാൻ കമ്പനി ഓഡിറ്റർ. ഒരു കമ്പനി ഓഡിറ്ററേക്കാൾ കൂടുതൽ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് പവേഴ്സും ഡ്യൂട്ടീസും കൂടുതലാണ്. എന്തൊക്കെയാണെന്ന് ശേഷം പറയുന്നുണ്ട്. അഥവാ ദ ഓഡിറ്റർ മസ്റ്റ് ചെക്ക് ദ ക്യാഷ് ബാലൻസ്, വെരിഫൈ സെക്യൂരിറ്റീസ്, ചെക്ക് ലോൺ ഡ്യൂസ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്. കോപ്പറേറ്റിൻ്റെ ഓഡിറ്റർ ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബാലൻസുകൾ, അവിടെയുള്ള സെക്യൂരിറ്റീസുകൾ, അതുപോലെ ആ സ്ഥാപനത്തിന് ലോണുകൾ ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതുപോലെ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയൊക്കെ വാല്യൂ, അതിനെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തൽ ആ കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് നിർബന്ധമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദ മെയിൻ ഡ്യൂട്ടി ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് എന്നുള്ളതാണ് ഒരു മെയിൻ തിയറി ആയിട്ട് വരുന്നത്. അഥവാ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ ക്യാൻ ആസ്ക് എനി പേഴ്സൺ വിത്ത് ദ ഓഡിറ്റർ റെക്കോർഡ് ടു അപ്പിയർ ബിഫോർ ഹിം. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് ഏതൊരു വ്യക്തിയെയും ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വിളിക്കാനുള്ള അവകാശമുണ്ട്. അത് കമ്പനി ഓഡിറ്റർക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ദ ഓഡിറ്റർ ക്യാൻ ആൾസോ ചെക്ക് ആൾ റെക്കോർഡ്സ്, ബുക്സ് ആൻഡ് പേപ്പേഴ്സ് റിലേറ്റഡ് ടു ദി ഓഡിറ്റ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഏതൊരു പേപ്പറും, ഏതൊരു ബുക്സുകളും, ഏത് റെക്കോർഡുകളും ചെക്ക് ചെയ്യാൻ ഓഡിറ്റർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ ഓഡിറ്റർമാർക്ക് അവർക്ക് തോന്നിയ രൂപത്തിലൊന്നും ഓഡിറ്റ് ചെയ്യാൻ അവകാശമൊന്നുമില്ല. അവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദർ ഇസ് എ ഓഡിറ്റ് മാനുവൽ അപ്രൂവ്ഡ് ബൈ ദി DCA ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ്. അഥവാ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സിന് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിറ്റ് മാനുവൽ DCA അപ്രൂവ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രകാരമാണ് ആ ഓഡിറ്റേഴ്സ് ആ സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ് മസ്റ്റ് ആൾസോ ഫോളോ എനി ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓർ ഇഷ്യൂഡ് ബൈ ദി RBI ഓർ ഇഷ്യൂഡ് ബൈ NABARD ആഫ്റ്റർ ദി മാനുവൽ. അഥവാ മാനുവലൊക്കെ കിട്ടിയതിന് ശേഷം പിന്നീട് ചിലപ്പോൾ രജിസ്ട്രാറുടെ ഇൻസ്ട്രക്ഷൻസ് വരും, RBIയുടെ ഇൻസ്ട്രക്ഷൻസ് വരും, ഒക്കെ വരും ഈ ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ട്. അതെല്ലാം കോപ്പറേറ്റീവ് ഓഡിറ്റർമാർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് മാനുവൽ വാസ് ഫസ്റ്റ്ലി പബ്ലിഷ്ഡ് ഇൻ 1983. 1983 കോപ്പറേറ്റീവിൽ ആദ്യമായി കൊണ്ട് ഓഡിറ്റ് മാനുവൽ വരുന്നത്. സിൻസ് ദെൻ മെനി ന്യൂ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്, ന്യൂ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഹാവ് കമ്മിങ് അപ്പ്. അഥവാ ഇതിനൊക്കെ ശേഷം ഒരുപാട് തരത്തിലുള്ള സൊസൈറ്റികൾ വന്നിട്ടുണ്ട്. 1983 ശേഷം എത്ര സൊസൈറ്റികൾ വന്നു, വിവിധ തരത്തിലുള്ള. അതുപോലെ അന്നത്തെ സാഹചര്യത്തിലുള്ള പേയ്മെൻ്റ് ആണോ ഇന്നുള്ളത്? അന്ന് ക്യാഷ് ഇടപാടുകളായിരുന്നു. ഇന്ന് അതിനേക്കാൾ കൂടുതൽ ബാങ്ക് ഇടപാടുകളാണ്. മാത്രമല്ല ഇന്ന് UPI പോലുള്ള അത്യാധുനിക പേയ്മെൻറ്റ് സംവിധാനങ്ങളാണ്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. ഓഡിറ്റിൻ്റെ സാധ്യതകൾ ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട്. ആ സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ ഫൈനാൻഷ്യൽ ഇടപാടുകളെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ധാരണകൾ കിട്ടാൻ ഓഡിറ്റ് അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. The DCA updated the audit manual from time to time after consulting the registrar. അഥവാ രജിസ്ട്രാറെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഓരോ ടൈമിലും പുതുക്കേണ്ട കാര്യങ്ങൾ ഓഡിറ്റ് മാനുവലിൽ പുതുക്കിക്കൊണ്ടേയിരിക്കും DCA. During the audit, the auditor check all matters of the society and prepares a report. ഓഡിറ്റിൻ്റെ സമയത്ത് ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കും. അതിനനുസരിച്ചുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. ആ തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട്, ദ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി DCA
or to an officer authorized by the DCA such as the assistant director. അഥവാ ഒരു ഓഡിറ്റർ ഡി സി എക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഡി സിയുടെ സ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഡിറ്റ് ഓഫീസർക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൈമാറും. ഇക്കാര്യങ്ങളാണ് സെക്ഷൻ 64 പറയുന്നത്. അപ്പം നമ്മൾ സെക്ഷൻ 64 എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഒന്ന് ഓടിച്ചു വിടുകയാണ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് കൂടുതൽ പവേഴ്സും ഡ്യൂട്ടീസും ഉണ്ട് കമ്പനി ഓഡിറ്ററേക്കാൾ കൂടുതൽ. അദ്ദേഹം ക്യാഷ് ബാലൻസ്, സെക്യൂരിറ്റീസ്, ലോൺ ഡ്യൂസ്, അസറ്റ് ലയബിലിറ്റീസ് ഇതെല്ലാം ആ സ്ഥാപനത്തിൻ്റെ പരിശോധിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. ക്യാഷ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഓഡിറ്ററെ സംബന്ധിച്ച്, കോപ്പറേറ്റീവ് ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ആരെയും വിളിക്കാനുള്ള പെർമിഷനുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ, ബുക്സുകൾ, മറ്റു പേപ്പേഴ്സുകളെല്ലാം ഓഡിറ്റുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കാൻ കഴിയും, അതിനുള്ള അവകാശമുണ്ട്. ഈ ഓഡിറ്റേഴ്സ് എല്ലായ്പ്പോഴും ഡി സി അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് മാനുവൽ ബേസ് ചെയ്തിട്ടായിരിക്കണം ഓഡിറ്റ് നടത്തേണ്ടത്. അതുമാത്രമല്ല രജിസ്ട്രാർ, RBI, നബാർഡ് ഇവരെല്ലാം എന്തെങ്കിലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വല്ലതും പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യൽ ഓഡിറ്റേഴ്സിന് നിർബന്ധമാണ്. ഓഡിറ്റേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ ഓഡിറ്റ് മാനുവൽ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് 1983 അതിനുശേഷം ഒരുപാട് സൊസൈറ്റികൾ, ഒരുപാട് തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ വന്നു. അതോടുകൂടി ഓഡിറ്റേഴ്സിൻ്റെ സ്കോപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല DCA എപ്പോഴും ഓഡിറ്റ് മാനുവൽ പുതുക്കിക്കൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് വരുന്നതനുസരിച്ച്. പുതുക്കുന്ന സമയത്ത് രജിസ്ട്രാറുടെ കൺസൾട്ടേഷൻ നിർബന്ധമാണ്. ഓഡിറ്റർ ഒരു സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കിയ റിപ്പോർട്ട് DCAക്ക് സമർപ്പിക്കും, അല്ലെങ്കിൽ DCAയുടെ സ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിന് സമർപ്പിക്കും. ഇതാണ് നമ്മൾ സെക്ഷൻ 64 പഠിച്ചിട്ടുള്ളത്. റൂൾ 64 എന്ന് പറയുന്ന ഓഡിറ്റിനെ കുറിച്ചാണ്. ദ ഓഡിറ്റർ ചെക്സ് ആൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദി ലാസ്റ്റ് ഓഡിറ്റ് ആൻഡ് എൻഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ഇയർ. ഒരു ഓഡിറ്റർ നോക്കേണ്ട, ചെക്ക് ചെയ്യേണ്ട ട്രാൻസാക്ഷനുകൾ എന്ന് പറയുന്നത് ഏത് സാമ്പത്തിക വർഷമാണോ നോക്കുന്നത് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെ ആയിരിക്കും. അഥവാ അതിന് മുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോക്കാനുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ബി റെഡി വിത്തിൻ ദി 6 months ആഫ്റ്റർ ദി ഫൈനാൻഷ്യൽ ഇയർ എൻഡ്. ഒരു സാമ്പത്തിക വർഷം ഇങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ആ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ കൊടുത്തേ മതിയാകും. അഥവാ നമുക്കറിയാം, ആദ്യത്തെ ഒരു മാസം ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിക്കും അതുപോലെ CEOക്കും സമയം കൊടുക്കും. രണ്ടാമത്തെ ഒരു മാസം എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കും. പിന്നീടുള്ള 4 മാസം ഓഡിറ്റർക്കാണ്. ആ 4 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അഥവാ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30. ഈ സെപ്റ്റംബർ അവസാനിപ്പിക്കുമ്പോഴേക്കും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ സ്ഥാപനത്തിന് കൊടുത്തിരിക്കണം. ദ ജനറൽ ബോഡി അപ്പോയിന്റ് ആൻ ഓഡിറ്റർ. ജനറൽ ബോഡിയാണ് ഒരു ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഫോർ കണ്ടക്ടിങ് ദ ഓഡിറ്റ്. ആ സ്ഥാപനത്തിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ജനറൽ ബോഡിയാണ്, അഥവാ പുതിയ നിയമപ്രകാരം ഒരു ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ആരൊക്കെയാണ് ഓഡിറ്റർമാർ എന്നുള്ളത് ആ സൊസൈറ്റി അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി ഫോർ ദിസ് പർപ്പസ് ദ DCA പ്രിപ്പയർ എ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ഷോയിങ് ദർ ഡെസിഗ്നേഷൻസ്. DCA ഒരു പാനൽ തയ്യാറാക്കണം ഓഡിറ്റേഴ്സിൻ്റെ, അതിലവരുടെ ഡെസിഗ്നേഷനൊക്കെ കാണിച്ചിരിക്കണം. അങ്ങനെ കാണുമ്പോൾ അതിൽ പറ്റിയ ഒരു ഓഡിറ്ററെ ആയിരിക്കും ആ സൊസൈറ്റിയുടെ ജനറൽ ബോഡി അവർക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ദ പാനൽ മസ്റ്റ് ബി ഗിവൺ ടു ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ 60 days ആഫ്റ്റർ ദി ഫൈനാൻഷ്യൽ ഇയർ എൻഡ്. ഒരു സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് DCA ഓഡിറ്റ് പാനൽ നൽകേണ്ടതുണ്ട്. അഥവാ ഒരു സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചു, അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ഒരു ഓഡിറ്ററെ സെലക്ട് ചെയ്യാൻ വേണ്ടി 60 ദിവസത്തിനുള്ളിൽ അവിടെയുള്ള ഓഡിറ്റർമാരുടെ ഡെസിഗ്നേഷൻ വെച്ചുള്ള ഒരു പാനൽ DCA തയ്യാറാക്കി കൊടുക്കണം. അതിൽ നിന്ന് അവർ ഓഡിറ്ററെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യും. An auditor can audit maximum 30 cooperative societies. ഒരു ഓഡിറ്റർക്ക് മാക്സിമം 30 കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ് നോക്കാൻ വേണ്ടി സാധിക്കുക. അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട് ശേഷം.
എന്താണ് ആ കണ്ടീഷൻ? ആ 30 കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും 1,00,000-ൽ കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള സൊസൈറ്റികളായിരിക്കണം. ഹവർ ദ സൊസൈറ്റി ഈസ് ലെസ് ദാൻ 1 lakh പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അഥവാ ഒരു സൊസൈറ്റിക്ക് ഇനി 1,00,000 പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 30 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടില്ല. അതിന് പുറമേയുള്ള 30 സൊസൈറ്റികളായിരിക്കണം ആ ഓഡിറ്റർ നോക്കി തീർക്കേണ്ടത് മാക്സിമം. അപ്പോൾ നമ്മൾ ഈ റൂളിൽ പറഞ്ഞത് ഒരു സാമ്പത്തിക വർഷം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അദ്ദേഹം 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഒരു ഓഡിറ്ററെ നിയമിക്കുന്നത് ജനറൽ ബോഡിയാണ്. അതിനു വേണ്ടി DCA ഒരു ഓഡിറ്റ് പാനൽ തയ്യാറാക്കി കൊടുക്കണം. ആ ഓഡിറ്റ് പാനലിൽ ഓരോ ഓഡിറ്റർമാരുടെ ഡെസിഗ്നേഷൻ കൂടി വെച്ചിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന ആ ഡെസിഗ്നേഷൻ 60 ദിവസത്തിനുള്ളിൽ, ഒരു ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ച് 60 ദിവസത്തിനുള്ളിൽ സൊസൈറ്റികളിലേക്ക് DCA കൈമാറിയിരിക്കണം. ഓരോ ഓഡിറ്റർമാർക്കും മാക്സിമം 30 കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുക. ആ 30 സ്ഥാപനങ്ങളും 1,00,000-ൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള സ്ഥാപനങ്ങളായിരിക്കണം. 1,00,000-ത്തേക്കാൾ കുറവ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ് ഉള്ളതെങ്കിൽ അത് ഈ 30 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റൂൾ 64 പറഞ്ഞിട്ടുള്ളത്. റൂൾ 64A ഇനി നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ കമ്പനി ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും താരതമ്യം ചെയ്ത സമയത്ത് ആദ്യകാലത്ത് കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് പ്രത്യേകിച്ചൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ പറഞ്ഞു പുതിയതായി ചില ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് റൂൾ 64A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ശേഷം പഠിക്കും, പറയും എന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗമാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. റൂൾ 64A പ്രിസ്ക്രൈബ്ഡ് ദ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ എ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേം ടു കണ്ടക്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്താൻ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സിനാണെങ്കിലും ഓഡിറ്റിംഗ് ഫേംസിനാണെങ്കിലും ചില ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? അതിൽ ഒന്നാമത്തെ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ഓഡിറ്ററെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കാം. എ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് എൻ ഓഫീസർ. കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഓഫീസറാണ്, അണ്ടർ ദി DCAക്ക് കീഴിലായിക്കൊണ്ടുള്ള. ഹു ഹാസ് ദ റിക്വയർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അദ്ദേഹത്തിന് ചില വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ഓഫീസറാണ് ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറയുന്നത്. എ പേഴ്സൺ മസ്റ്റ് ഹാവ് എ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ along with the any one of the following qualifications. ഒരു വ്യക്തി അദ്ദേഹം ഡിഗ്രി പാസ്സായിരിക്കണം, ഗ്രാജുവേഷൻ ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ PG എടുത്ത ഒരാളായിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളായിരിക്കണം. അത് മാത്രം പോരാ, അദ്ദേഹം താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് കൂടി അതിനോട് അറ്റാച്ച് ചെയ്ത് കിട്ടിയ ഒരാളായിരിക്കണം. ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ? HDC, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. മറ്റൊന്ന് JDC അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. മറ്റൊന്ന് HDCM, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. മറ്റൊന്ന് HDC ആൻഡ് BM, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ, HDC, JDC, HDCM, HDC ആൻഡ് BM എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻസ്, ദീസ് കോഴ്സ് ആർ കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓർ NCCT. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആരായിരിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അതല്ലെങ്കിൽ NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ആ സ്ഥാപനമോ കൊടുക്കുന്നതായിരിക്കണം ഈ മുകളിൽ പറഞ്ഞ കോഴ്സുകൾ. അപ്പോൾ പറഞ്ഞത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് അതല്ലെങ്കിൽ NCCT പ്രൊവൈഡ് ചെയ്യുന്ന HDC, JDC, HDCM, HDC ആൻഡ് BM എന്നീ തുടങ്ങിയ കോഴ്സുകളോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷനോ ഉള്ള ആളായിരിക്കണം ഡിപ്പാർട്ട്മെന്റൽ കോപ്പറേറ്റീവ് ഓഡിറ്ററായി വരേണ്ടത്. ഇനി അതല്ലെങ്കിൽ എ പേഴ്സൺസ് ക്യാൻ ബിക്കം എ കോപ്പറേറ്റീവ് ഓഡിറ്റർ വിത്ത് വൺ ഓഫ് ദി ഫോളോയിങ് ക്വാളിഫിക്കേഷൻ. താഴെ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റർ ആകാൻ പറ്റും. ആരാണത്? ഒന്ന് BCom ഓർ MCom വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ. കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത് എടുത്തിട്ടുള്ള BComകാരനും MComകാരനും ഡിപ്പാർട്ട്മെന്റൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാൻ യോഗ്യതയുള്ള ആളാണ്. മറ്റൊന്നോ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് ഓഡിറ്റർ. ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് ഓഡിറ്റ് എടുത്തിട്ടുള്ള വ്യക്തിക്കും
ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കോർപ്പറേഷൻ ബാങ്കിങ് എടുത്തിട്ടുള്ള വ്യക്തിക്കും ഡിപ്പാർട്ട്മെൻറ്റൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകണമെങ്കിൽ ഒന്ന് ഡിഗ്രി എടുത്ത ആളായിരിക്കണം, ഗ്രാജുവേഷൻ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ PG ഉള്ള ആളായിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളായിരിക്കണം. അത് മാത്രം പോരാ, അദ്ദേഹം സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയനോ NCCTO പ്രൊവൈഡ് ചെയ്യുന്ന HDC, JDC, HDCM, HDC ആൻഡ് BM എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് കരസ്ഥമാക്കിയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ BCom, MCom എടുത്ത ആളായിരിക്കണം. പക്ഷേ കോർപ്പറേഷൻ ആയിരിക്കണം സ്പെഷ്യലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് ഓഡിറ്റ് എടുത്ത ആളായിരിക്കണം. അതുമല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എടുത്ത വ്യക്തിയായിരിക്കണം. ഈ പറഞ്ഞ വ്യക്തികൾക്കാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാനുള്ള യോഗ്യതയുള്ളത്. ഇനി അടുത്ത ഓഡിറ്റിംഗ് ഫേമിനെ കുറിച്ചാണ് പറയുന്നത്. ഓഡിറ്റിംഗ് ഫേം ഇതും റൂൾ 64A ആൾസോ അലോ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേം ടു കണ്ടക്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ 64A എന്ന് പറയുന്ന റൂളിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് അതല്ലെങ്കിൽ അവരുടെ ഓഡിറ്റിംഗ് ഫേമിനെ കോപ്പറേറ്റീവ് സ്ഥാപനം ഓഡിറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. They are included in DCA approved panel for conducting audit. ഇവരെന്ന് പറയുന്നത് DCA അപ്രൂവ് ചെയ്തിട്ടുള്ള ഓഡിറ്റിംഗ് പാനലായിരിക്കണം ഈ പറഞ്ഞ ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ CAക്കാരുടെ കൂട്ടത്തിന്. An auditing firm is a firm of chartered accounts. ഈ ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ഫേം ആയിരിക്കും കേട്ടോ. അവർക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്. അവർക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തി 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കുകയും വേണം. അതുമാത്രമല്ല, ദേ മസ്റ്റ് ആൾസോ നോ ദ കോപ്പറേറ്റീവ് സെക്ടർ ആൻഡ് കോപ്പറേറ്റീവ് ലോ വെൽ. കോപ്പറേറ്റീവ് നിയമങ്ങളെക്കുറിച്ചും കോപ്പറേറ്റീവിൻ്റെ സെക്ടറിനെ കുറിച്ചും വ്യക്തമായൊരു നോളജ് ഉള്ള ആളായിരിക്കണം ഇവർ. എന്നാലേ അവർക്ക് ഈ ഓഡിറ്റിംഗ് ഫേം ആകാൻ സാധിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനം ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നീസ് പറഞ്ഞിട്ടുള്ള CA ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ ക്വാളിഫൈഡ് അണ്ടർ ദി ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. 1949 CA ആക്ട് പ്രകാരം ഈ ക്വാളിഫിക്കേഷൻ പാസ്സായ വ്യക്തിയെയാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്.